Good morning. Join ചെയ്യണേ ഉള്ളൂ. എത്ര പേരായി? 9 പേരായിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? ജോയിൻ ചെയ്യണേ ഉള്ളൂ. 9 പേരായിട്ടുണ്ടല്ലോ. സുനിത ഇവിടെ തമ്പിട്ടുണ്ട്. ഓക്കെ. സുരേഷ് മാത്രമേ ഉള്ളൂ. ബാക്കി ആരും വായിച്ചില്ലേ? വായിച്ചു നോക്കിയില്ലേ? ഓക്കെ. കാവ്യം തമ്പിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ അല്ലെ, സെലക്ഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, രണ്ടാമത്തെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. അതില് ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആണ്. ഇതിനെ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന external environment factors. Okay, the external environment factors which influence the selection process include ഏതൊക്കെയാണ് selection process ഉൾപ്പെടുന്ന external environment factors? Okay, ഒന്നാമത്തെയാണ് nature of the labor market. Nature, സ്വഭാവം, ഇതിന്റെ ലേബർ മാർക്കറ്റിന്റെ തൊഴിലാളികളുടെ ആ ഒരു നേച്ചർ, അത് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. Selection process is affected by the nature of the labor market as well. For example ഇവിടെ കൊടുത്തിട്ടുണ്ട്. The selection process will be short and simple. The selection process ഷോർട്ട് ആവും, അതുപോലെ സിമ്പിൾ ആവും. വലിയ ഭാരം ഇല്ലാത്ത സിമ്പിൾ ലളിതമാവും, അതുപോലെ സെലക്ഷൻ പ്രോസസ്സിന്റെ ഡ്യൂറേഷൻ ചെറുതാവുകയും ചെയ്യും. എങ്ങനെ? If there are very few applicants having required knowledge and set of skills and vice versa. അതുപോലെ തിരിച്ചും, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള നോളജ്, സ്കിൽസ് ഉള്ള ആ കാൻഡിഡേറ്റ്സ്, അവര് കുറച്ച് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കുറച്ച് മാത്രമേ ഉള്ളൂ. കേട്ടോ, there are very few applicants having required knowledge and a set of skills. ആ ഒരു ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജ്, സ്കിൽസ്, ഇതൊക്കെ ഉള്ള കുറച്ച് ആപ്ലിക്കൻസ് മാത്രം ഉള്ളെങ്കിലോ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാവും? ഷോർട്ട് ആൻഡ് സിമ്പിൾ അല്ലെ? സിമ്പിൾ ആയിരിക്കും. നമുക്ക് ഒരുപാട് പേര് എന്താ പറയാ ഇങ്ങനെ സെലക്ഷൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്കത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു 10 പേരെ ചെയ്യണത് 100 പേരെ സെലക്ഷൻ പ്രോസസ് അതിന് ഉൾപ്പെടുത്തുന്നതും അതിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആപ്ലിക്കൻസിന്റെ എണ്ണം അവിടെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാവും? സിമ്പിൾ ആൻഡ് ഷോർട്ട്. നേരെ തിരിച്ചും, ആൻഡ് വൈസ് വേഴ്സ. എന്നാൽ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ സെലക്ഷൻ പ്രോസസ് കുറച്ചും കൂടി ലെങ്തി ആവുകയും ചെയ്യും, അതുപോലെ ഹാർഡ് ആവുകയും ചെയ്യും. ഓക്കെ, തിരിച്ചും അങ്ങനെ. മനസ്സിലായില്ലേ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Selection process will be short and simple if there are very few applicants. ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള നോളജ്, സ്കിൽസ് ഒക്കെ ഉള്ള ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവാണെങ്കിൽ സെലക്ഷൻ പ്രോസസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തതാണ് ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടനകള്. ഈ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, അതാണ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞ തൊഴിലാളി സംഘടനകള്. എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നതൊക്കെ? The trade union also affected the selection process of an organization. ഒരു ഓർഗനൈസേഷന്റെ സെലക്ഷൻ പ്രോസസ്സിനെ ട്രേഡ് യൂണിയനും അഫക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെയും ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. ട്രേഡ് യൂണിയൻ സംടൈംസ് റെക്കമെൻഡഡ് some of the applicants for a job. കണ്ടോ, ട്രേഡ് യൂണിയനുകള്, തൊഴിലാളി യൂണിയനുകള്, സംഘടനകള് അവര് റെക്കമെൻഡ് ചെയ്യാം.
ചില ആപ്ലിക്കൻസിനെ അവര് റെക്കമെൻഡ് ചെയ്യുക, അവരുടെ യൂണിയനിൽപ്പെട്ട ആളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അവര് റെക്കമെൻഡ് ചെയ്യാം. ആൻഡ് ഇവർ ഡിമാൻഡഡ് ഫോർ ദർ സെലക്ഷൻ. എന്ത് ചെയ്യാം, അവരെ സെലക്ട് ചെയ്യണം എന്നുള്ളത് അവർക്ക് ഡിമാൻഡ് ചെയ്യാം, അവര് റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ട്രേഡ് യൂണിയൻ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആ ഒരു യൂണിയനിൽ പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽപ്പെട്ട ഒരാളെ എനിക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. കണ്ടോ, അതായത് ആ യൂണിയനിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു യൂണിയനിൽ ഇതുണ്ടെങ്കിൽ ആ യൂണിയന് റെക്കമെൻഡ് ചെയ്യാം ഇന്ന ആളെ ആ ഒരു സെലക്ട് ചെയ്യണം എന്നുള്ളത്, അവർക്ക് ഡിമാൻഡ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ സെലക്ഷൻ പ്രോസസ്സിനെ ട്രേഡ് യൂണിയനും അഫക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഗവൺമെന്റ് റെഗുലേഷൻസ്, ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ. Organization need to follow the selection norms defined under the regulations prescribed by the government. ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ചില ആ നിയന്ത്രണങ്ങളൊക്കെ അത് പ്രകാരം സെലക്ഷൻ ഒരു സ്ഥാപനം സെലക്ഷൻ പ്രോസസ്സ് ക്രമീകരിക്കേണ്ടതുണ്ട്. അവർക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല, ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ എന്താണ് ഈ ഓർഗനൈസേഷൻസ് പാലിക്കേണ്ടതായിട്ടുണ്ട് ഈ സെലക്ഷൻ പ്രോസസ്സിൽ. Thus, the government rules and regulations such as legislation also affected the execution of the selection process in an organization. അതിനാല് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിയമങ്ങള്, അല്ലെ, നിയമനിർമ്മാണം പോലുള്ള പല സർക്കാർ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഒരു ഓർഗനൈസേഷന്റെ ആ സെലക്ഷൻ പ്രോസസ്സിന്റെ നടപടിക്രമങ്ങളുടെ നിർവഹണത്തെ അതിനെ അഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സച്ച് ആസ് ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം പോലുള്ള സർക്കാർ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഈ സെലക്ഷൻ പ്രൊസീജിയറിനെ, ഓർഗനൈസേഷന്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കാം, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ വരുന്നത് എന്ത് അഫക്ട് ദ സെലക്ഷൻ പ്രോസസ്. ഒരു സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എനിക്ക് ഒന്നാമത്തെ നേച്ചർ ഓഫ് ദ ലേബർ മാർക്കറ്റ്, ലേബർ മാർക്കറ്റിന്റെ നേച്ചർ, അതായത് അവിടെ വന്നേക്കുന്ന ആപ്ലിക്കൻസിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. ഈ മാർക്കറ്റിലുള്ള ആപ്ലിക്കൻസ് അവര് കുറച്ചേ ഉള്ളൂവെങ്കിൽ ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കും സെലക്ഷൻ പ്രോസസ്സ്. പിന്നെ അടുത്തതാണ് ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടനകൾ, അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. പിന്നെ ഗവൺമെന്റ് റെഗുലേഷൻസ്, ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഈ സെലക്ഷൻ പ്രോസസ്സിൽ ഓർഗനൈസേഷൻ പാലിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, അതായത് ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ. ഒരു സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കം, ഫലങ്ങൾ എന്തൊക്കെയാണ്? സെലക്ഷൻ ഡിസിഷൻ, ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തു അല്ലെ, ആ സെലക്ഷൻ തീരുമാനം, അതിന്റെ ഫലങ്ങള്, റിസൾട്ട് എങ്ങനെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യില് ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലെ, ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പേനയോ എന്തെങ്കിലും ഒന്ന് എടുത്തു വെച്ച്, ഒരു എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്യണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം, സിമ്പിൾ ആക്കി ഞാൻ ഇവിടെ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പൊ ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിലുള്ളത് അണ്ടർലൈൻ ചെയ്ത് തരാം. അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് നോട്ട് ചെയ്യണം. ഒരു പേനയോ എന്തെങ്കിലും ഒന്ന് എടുത്തോ കേട്ടോ, പേനയോ പെൻസിലോ എന്തെങ്കിലും ഒന്ന് എടുത്തോ. ഓക്കെ, ക്ലാസ്സിൽ ഇരിക്കുമ്പോ നിങ്ങൾ ടെക്സ്റ്റും പേനയും ബുക്കും എന്തെങ്കിലും ഒക്കെ എടുത്തു വെച്ചിട്ടല്ലേ ഇരിക്കുന്നത്? ആണോ? ഓക്കെ. അധികം അവിടെ എഴുതാനൊന്നും തരാറില്ല, ടെക്സ്റ്റിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് തരികയാണ്. ഇതിപ്പോ 4 എണ്ണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നോക്കി, ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ. ഒരു സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കം എന്താണ്? അതിനകത്ത് നമുക്ക് സെലക്ഷൻ ഡിസിഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 4 രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഔട്ട്കം 4 രീതിയിലാണ് നമ്മൾ പറയുന്നത്. ട്രൂ പോസിറ്റീവ് ഉണ്ട്, ട്രൂ നെഗറ്റീവ് ഉണ്ട്, ഫോൾസ് പോസിറ്റീവ് ഉണ്ട്, ഫോൾസ് നെഗറ്റീവ് ഉണ്ട്. ഇതാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഔട്ട്കം ഓഫ് സെലക്ഷൻ ഡിസിഷൻ. ഏതൊക്കെയാ എക്സാമിന് ചോദിക്കാറുണ്ട്? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്. ഓക്കെ, ഫോൾസ് പോസിറ്റീവ് ഇറർ ആൻഡ് ഫോൾസ് നെഗറ്റീവ് ഇറർ 4 എണ്ണമാണ് ഏതാണ് സെലക്ഷൻ ഡിസിഷന്റെ ഒരു ഔട്ട്കം. ഇതില് ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ഹിറ്റ് ആണ്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ.
വിജയകരമായി കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുത്തു. അതാണ് ഹൈ ഹിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രൂ പോസിറ്റീവ് ആ ബ്രാക്കറ്റിലുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഹൈ ഹിറ്റ്. ദെൻ ട്രൂ നെഗറ്റീവ് എന്താ പറയുന്നത്? ലോ ഹിറ്റ് എന്നാണ്. ഓക്കെ, ഒരു കുറച്ച് മൊത്തം ആപ്ലിക്കൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പേരെ മാത്രം അതിലേക്ക് സെലക്ട് ചെയ്തു. അതാണ് ആ ലോ ഹിറ്റ് എന്നുള്ളത് പറയുന്നത് കേട്ടോ. കുറച്ച് ശതമാനം ആളുകളെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. അപ്പൊ 4 ഔട്ട്കം ക്ലിയർ അല്ലേ? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ് ഇറർ, ഫോൾസ് നെഗറ്റീവ് ഇറർ. ഇതാണ് 4 പൊട്ടൻഷ്യൽ ഔട്ട്കം, ആ റിസൾട്ട് എന്ന് പറയുന്നത്, സെലക്ഷൻ ഡിസിഷന്റെ റിസൾട്ട്. ഇനി ഇവിടെ ഒരു ടേബിൾ ആണ് കൊടുത്തേക്കുന്നത്. നോക്കിയേ, സെലക്ഷൻ ഡിസിഷൻ ഔട്ട്കംസ് ടേബിൾ കണ്ടില്ലേ? ക്ലിയർ ആണല്ലോ? അതിനകത്ത് നോക്കി ആ ടേബിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങളുമാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. നോക്കി, ഒന്നാമത്തെ എന്താ? ഫോൾസ് നെഗറ്റീവ്, ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്. കണ്ടോ? 4 ഔട്ട്കം ആണ് എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കി സക്സസ് ഫെയിലിയർ എന്ന് കണ്ടോ? സക്സസ് ഫെയിലിയർ അത് കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കേട്ടോ, കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്നാണ്. അവിടെ ഒന്ന് കാൻഡിഡേറ്റ്സ് എന്ന് എഴുതി വെച്ചോ. കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കൻസിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നോക്കാം. താഴെ കണ്ടോ ഫെയിലിയർ പ്രിഡിക്റ്റഡ് ഓർ സക്സസ് പ്രിഡിക്റ്റഡ് എന്ന് കണ്ടോ? അത് ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട്. ഓർഗനൈസേഷൻ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓർഗനൈസേഷൻ. ഓക്കെ, ഇപ്പൊ സക്സസ് ഫെയിലിയർ എന്ന് അവിടെ ഉള്ളിടത്ത് എന്ത് എഴുതി? കാൻഡിഡേറ്റ്സ് എന്ന് എഴുതി. ഇവിടെ ഫെയിലിയർ പ്രിഡിക്റ്റഡ്, സക്സസ് പ്രിഡിക്റ്റഡ് എന്നുള്ളടത്ത് ഓർഗനൈസേഷൻ എന്ന് എഴുതി. ഇനി നോക്കിയേ, the true positive and true negative decision in selection are correct decision. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഏതൊക്കെയാണ് സെലക്ഷനിലെ കറക്റ്റ് ഡിസിഷൻ, ശരിയായ തീരുമാനം? ഏതാ? ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ് ഡിസിഷൻ. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Then whereas the rest of the two, ബാക്കി രണ്ടെണ്ണം ഏതാ? ബാക്കി രണ്ടെണ്ണം അത് ഏതൊക്കെയാ? ഫോൾസ് പോസിറ്റീവും ഫോൾസ് നെഗറ്റീവ്. ബാക്കി രണ്ടെണ്ണം ഉള്ളത് സെലക്ഷൻ ഇററുകളെയാണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്ന സെലക്ഷനിൽ എന്താ? കറക്റ്റ് ഡിസിഷൻ, ശരിയായ തീരുമാനം. other two, rest of the two decision, അടുത്ത 2 ഡിസിഷൻ, അതായത് ഫോൾസ് പോസിറ്റീവും ഫോൾസ് നെഗറ്റീവും സെലക്ഷൻ ഇററുകളെയാണ് കാണിക്കുന്നത്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്ത് വെക്കാം, എക്സാമിന് ചോദിക്കാറുണ്ട്. The true positive and dash decision in selection are correct decision. കണ്ടോ? അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് 4 അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യും. ഇനി the candidate's chosen was the best fit for the job and has performed and successed as expected is indicated by the true positive or high hit. അങ്ങനെ തന്നെ ചോദിക്കാം. ആ സെന്റൻസ് അങ്ങനെ തന്നെ എഴുതിയിട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഡാഷ് അങ്ങനെ ചോദിക്കാം. അതെന്താ? ട്രൂ പോസിറ്റീവ്. എന്താണ് ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ? തിരഞ്ഞെടുത്ത കാൻഡിഡേറ്റ്സ്, ഇതൊന്നും എഴുതണ്ട കേട്ടോ, ഞാൻ പറയുന്നത് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. തിരഞ്ഞെടുത്ത കാൻഡിഡേറ്റ്സ് ജോലിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്, ഏറ്റവും അനുയോജ്യനാണ്. നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവര് ജോലിക്ക് ഏറ്റവും അനുയോജ്യനാണ്. അതുപോലെ പ്രതീക്ഷിച്ചത് പോലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയും അവർ വിജയിക്കുകയും ചെയ്തു. അതാണ് ആ ട്രൂ പോസിറ്റീവ് ഡിസിഷൻ പറയുന്നത്. ട്രൂ, യഥാർത്ഥവും ശരിയുമാണ്. കണ്ടോ? നമ്മുടെ സെലക്ഷൻ ഡിസിഷൻ എന്ന് പറയുന്നത് എന്താ? യഥാർത്ഥവും ശരിയുമാണ്. അതാണ് ട്രൂ പോസിറ്റീവ്. കേട്ടോ, പോസിറ്റീവ് ആണ്, ട്രൂ ശരിയുമാണ്, അത് യഥാർത്ഥവുമാണ്. മനസ്സിലായോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. അവിടെ ലാസ്റ്റ് നമുക്ക് എക്സ്പെക്ടഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഡാഷ് എന്ന് ചോദിക്കാം. അപ്പൊ എന്താ? ട്രൂ പോസിറ്റീവ്, ട്രൂ പോസിറ്റീവ്, ട്രൂ പോസിറ്റീവ്. ഹെഡിങ് ഒന്ന് കൊടുത്തേ, ട്രൂ പോസിറ്റീവ് എന്ന് കൊടുത്തേ. എഴുതിക്കോട്ടെ, ഒറ്റ സെന്റൻസ് ഒന്ന് എഴുതി വെച്ച അവിടെ ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് പ്രോസസ്സിലൂടെ
വിജയകരമായി കണ്ടെത്തുന്നു. ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തുന്നു അല്ലെങ്കിൽ കണ്ടെത്തി. അതാണ് ഏത് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിന്റെ താഴെ എഴുതുക, ഒറ്റ സെന്റൻസ് എഴുതുക. The candidates chosen, CHOSEN, chosen was the best fit for the job. അത്രയൊന്ന് നോട്ട് ചെയ്താൽ മതി. The candidates chosen was best fit for the job. അതേതാ? ട്രൂ പോസിറ്റീവ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, കിട്ടിയോ? ട്രൂ പോസിറ്റീവ് നമ്മൾ ഹെഡിങ് കൊടുത്തു. അതിന്റെ താഴെ മലയാളത്തിൽ നമ്മൾ ഒറ്റ സെന്റൻസ് അവിടെ എഴുതി വെച്ചു. എന്താ? ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഹയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തി. കണ്ടോ? അതാണ് എന്താ? The candidates chosen was best fit for the job. ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ ചൂസ് ചെയ്തു, തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ കണ്ടെത്തി. അതാണ് പറയുന്നത്. ഇനി അവിടെ നോക്കിയേ, ഇനി നമ്മൾ എഴുതി വെച്ചേക്ക് നോക്കിയേ. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയേ, സക്സസ് അല്ലേ? കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് സക്സസ്. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കിയേ, ട്രൂ പോസിറ്റീവ് കണ്ടില്ലേ? ട്രൂ പോസിറ്റീവ് കണ്ടോ? അതിന്റെ താഴെ നോക്കിയേ, സക്സസ് പ്രിഡിക്റ്റഡ്. രണ്ടുപേരും സക്സസ് ആണ്. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് സക്സസ് ആണ്, ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സക്സസ് പ്രിഡിക്റ്റഡ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഇപ്പൊ ട്രൂ പോസിറ്റീവ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് നോക്കിയേ, രണ്ടാമത്തെ ട്രൂ നെഗറ്റീവ്. ടെക്സ്റ്റിലേക്ക് വാട്ടോ. ഇനിയിപ്പോ ഒന്നും എഴുതിയണ്ട, ടെക്സ്റ്റിലേക്ക് വരാം. The true negative reflects the rejection of the candidates based on the perception that he or she will be fail in future and is incapable to perform the respective job. എന്താ? ഭാവിയിൽ പരാജയപ്പെടും എന്നും ആ ജോലി നിർവഹിക്കാനായിട്ട് കഴിവില്ല. ഫ്യൂച്ചറിനെ നോക്കിയിട്ടാ. ഇപ്പൊ അവന് ഓക്കെ ആയിരിക്കാം, ചിലപ്പോ ഭാവിയിലേക്ക്. കണ്ടോ? അതായത് ഭാവിയിലെ ഫ്യൂച്ചറിലെ നോക്കിയിട്ടാ പറയുന്നത് റിജക്ട് ചെയ്യുന്നത്. കണ്ടോ? അതായത് ഭാവിയിലെ കാൻഡിഡേറ്റ്സ് പരാജയപ്പെടുന്നു, അതുപോലെ ആ ജോലി നിർവഹിക്കാൻ കഴിവില്ല എന്നുള്ള അനുമാനത്തില് ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. അതാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. ട്രൂ നെഗറ്റീവ്. ക്ലിയർ ആയോ? ട്രൂ നെഗറ്റീവ് അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. Dash reflect the rejection of the candidates based on the perception that he or she will fail in future. കണ്ടോ? എന്താ? ഭാവിയിൽ പരാജയപ്പെടും എന്നുള്ള അനുമാനത്തിൽ അവരെ റിജക്ട് ചെയ്തു. ഭാവിയിൽ പെടും എന്നുള്ള കാരണത്താൽ അവരെ റിജക്ട് ചെയ്തു. അപ്പൊ എന്താ നമ്മൾ എഴുതാ? ഇവിടെ എന്ത് എഴുതും? ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാ എങ്ങനെ എഴുതാ? ഇപ്പോൾ ജോബിന് ഫിറ്റ് ആണ്, ഫ്യൂച്ചറിൽ അവര് നെഗറ്റീവ് ആണ്. ഇതല്ലേ പറയണേ? ട്രൂ നെഗറ്റീവ്. ഇപ്പോ കാൻഡിഡേറ്റ്സ് ഓക്കെ ആണ്. ഒന്ന് എഴുതി വെച്ച അവിടെ. ട്രൂ നെഗറ്റീവ്. ട്രൂ നെഗറ്റീവ്. ട്രൂ നെഗറ്റീവ്. എങ്ങനെ എഴുതാം? ഇപ്പോൾ ജോബിന് ഫിറ്റ് ആണ്, ഫ്യൂച്ചറില് നെഗറ്റീവ് ആണ്. ഇതാണ്. ആ റോളില് അവൻ ഭാവിയില് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. മനസ്സിലായോ? എഴുതുന്നത് അവിടെ. ആ റോളിന് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. എങ്ങനെ? ഭാവിയില്, ഫ്യൂച്ചറില്. ഭാവിയില് ആ ജോലിക്ക് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. ഓക്കെ, എഴുതി വെച്ചത്. കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു. അത് റിജക്ഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ്
based on the perception that he will fail in future. ആ സെന്റൻസ് ഇല്ലേ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഭാവിയിൽ പരാജയപ്പെടും എന്നുള്ള കാരണത്താൽ എന്ത് ചെയ്തു നമ്മള്? ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്തു. ഓക്കെ, ഇനി നോക്കിയേ ആ ടേബിളിലേക്ക് വന്നേ. ട്രൂ നെഗറ്റീവിന്റെ നോക്കിയേ, ട്രൂ നെഗറ്റീവ്. അപ്പൊ നോക്കിയേ, ഈ കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ അല്ലേ? അവൻ പരാജയപ്പെട്ടില്ല, അവനെ സെലക്ട് ചെയ്തില്ലല്ലോ, റിജക്ട് ചെയ്തില്ലേ? കണ്ടോ, അതാണ് കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ഫെയിലിയർ, ദെൻ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ഫെയിലിയർ പ്രെഡിക്റ്റഡ്. എന്താ പറയാ? സെലക്ഷൻ പ്രോസസ്സിൽ പരാജയപ്പെട്ടു. ആ ഓർഗനൈസേഷൻ സെലക്ഷൻ പ്രോസസ്സിൽ പരാജയപ്പെട്ടില്ലേ? റിജക്ട് ചെയ്തില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കിയേ, നിങ്ങൾ ആ ടേബിളും കൂടി നോക്കാട്ടോ. ട്രൂ നെഗറ്റീവ് ആണ് പറയുന്നത്. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് അവനെ റിജക്ട് ചെയ്തു, ഫെയിലിയർ. ദെൻ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സെലക്ഷൻ പ്രോസസ്സിൽ ഓർഗനൈസേഷൻ പരാജയപ്പെട്ടു. ഓക്കെ, ദെൻ അടുത്തത് നോക്കിയേ, the rejection of the candidates who would have a success based on failure prediction is reflected by the false negative error. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. false negative error. എന്താ പറഞ്ഞേക്കുന്ന? false negative എന്ന് പറഞ്ഞ പരാജയ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ്സ് ആണ്. ആ കാൻഡിഡേറ്റ്സിനെ നിരസിക്കുന്നതാണ് ഏത്? ഫോൾസ് നെഗറ്റീവ് എറർ എന്ന് പറയുന്നത്. എന്താ? പരാജയ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ നിരസിക്കുന്നു. അതാണ് ഫോൾസ് നെഗറ്റീവ് എറർ. എന്താ എഴുതി വെക്കേണ്ടത് നമ്മൾ അവിടെ? നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ ഹെഡിങ് കൊടുക്കാട്ടോ. ഫോൾസ് നെഗറ്റീവ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഒരു സെന്റൻസ് ഒന്ന് എഴുതിക്കുക അവിടെ. നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്യുന്നു. ഓക്കെ, നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാമായിരുന്ന ഒരു ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്തു അവര്. എഴുതിയോ? ആ സെന്റൻസ് എഴുതിയോ? ഒരു സെന്റൻസ് എഴുതിയാൽ മതി. നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. ഫോൾസ് നെഗറ്റീവ് ആണ്. അതിന്റെ താഴെ ഒരു സെന്റൻസ് കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. And applicants who would have performed well is rejected. നല്ല പ്രകടനം കാഴ്ചവെക്കാമായിരുന്ന ആ കാൻഡിഡേറ്റ്സിനെ അവര് യോഗ്യരല്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്തു. അതാണ് ഏത്? ഫോൾസ് നെഗറ്റീവ് എറർ. An applicant who would have performed well is rejected. Okay, well is rejected. അപ്പൊ ഇനി നമ്മൾ നോക്കി അവിടെ ഫോൾസ് നെഗറ്റീവ് ടേബിൾ നോക്കിയേ. ഫോൾസ് നെഗറ്റീവ് നോക്കിയേ. ഒന്നാമത് കണ്ടോ? കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് കാൻഡിഡേറ്റ്സ് സക്സസ് അല്ലേ? എന്താ? കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സ് തന്നെയാണ്. കാൻഡിഡേറ്റ്സ് സക്സസ് ആണ്. പക്ഷെ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കിയേ, എന്താ? ഓർഗനൈസേഷന്റെ ഭാഗത്ത് ഫെയിലിയർ ആണ്. കഴിവില്ല എന്ന് വിചാരിച്ച് റിജക്ട് ചെയ്യുക ചെയ്തേ. യോഗ്യരല്ല എന്ന് വിചാരിച്ച ഓർഗനൈസേഷൻ റിജക്ട് ചെയ്തു. കണ്ടോ? ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ പ്രെഡിക്റ്റഡ്. ദെൻ കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് കാൻഡിഡേറ്റ്സ് നല്ല കഴിവുള്ളവർ തന്നെയാണ്. സക്സസ്. ഓക്കെ, സക്സസ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ലാസ്റ്റ് നോക്കിയേ, ഫോൾസ് പോസിറ്റീവ് എറർ.
ആ സെന്റൻസ് ടെക്സ്റ്റിലുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഫോൾസ് പോസിറ്റീവ് എറർ ഈസ് എ സിറ്റുവേഷൻ when the candidate is selected on the basis that he or she on other hand does not come up to expectation. എന്താ പറഞ്ഞേക്കുന്ന ഫോൾസ് പോസിറ്റീവ്. ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിന്റെ അടിസ്ഥാനത്തില് ഒരു കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം. ആ കാൻഡിഡേറ്റ്സ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. അതാണ് എന്താ സെലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മള് കാൻഡിഡേറ്റ്സിന്റെ ഫിറ്റ്നസ് കണ്ടെത്തുന്നതില് പരാജയപ്പെട്ടു. യഥാർത്ഥത്തിൽ യോജിച്ച ആളെയല്ല അവിടെ കണ്ടെത്തിയത്. അതാണ് പറയുന്നത് ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിന്റെ അടിസ്ഥാനത്തില് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അതാണ് ഫോൾസ് പോസിറ്റീവ് എറർ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്യണത് ആ ബുക്ക് എടുത്ത് അവിടെ എഴുതിക്കേ ഫോൾസ് പോസിറ്റീവ് എന്ന് എഴുതിക്കേ. ഫോൾസ് പോസിറ്റീവ്. ഫോൾസ് പോസിറ്റീവ്. ഇതാ സെലക്ഷൻ പ്രോസസ്സിലൂടെ കാൻഡിഡേറ്റ്സിന്റെ ഫിറ്റ്നസ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. കാൻഡിഡേറ്റ്സിന്റെ ഫിറ്റ്നസ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വെച്ചാൽ എന്താ? യഥാർത്ഥത്തിൽ യോജിച്ച ആളെയല്ല അവിടെ കണ്ടെത്തിയത്. യഥാർത്ഥത്തില് യോജിച്ച ആളെയല്ല കണ്ടെത്തിയത്. അതായത് നിയമിക്കപ്പെട്ട കാൻഡിഡേറ്റ്സ് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല, അതില് പരാജയപ്പെട്ടു. അതാണ് ഫോൾസ് പോസിറ്റീവ് എറർ എന്ന് പറയുന്നത്. ഫോൾസ് പോസിറ്റീവ് എറർ. ഒരു സെന്റൻസ് എഴുതിക്ക് അതിന്റെ താഴെ എ കാൻഡിഡേറ്റ് who was hired failed, fails to perform as expected. അതായത് ആ നിയമിക്കപ്പെട്ട ഒരു കാൻഡിഡേറ്റ്സ് പ്രതീക്ഷിച്ച പെർഫോമൻസ് വെക്കുന്നില്ല, അതില് പരാജയപ്പെട്ടു. ഓക്കെ, ഇനി ആ ടേബിൾ ഒന്ന് നോക്കിയേ. ലാസ്റ്റത്തെ ഫോൾസ് പോസിറ്റീവ്. അപ്പൊ നോക്കിയേ അവിടെ എങ്ങനെയാ? കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഫെയിലിയർ ആണ്. അവര് പ്രതീക്ഷിച്ച പോലെ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല. കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ഫെയിലിയർ. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കിയപ്പോ എന്താ? സക്സസ് ആണ്. അതായത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സക്സസ് എന്ന് പറയണ്ട, കാൻഡിഡേറ്റ്സിനെ അവര് കണ്ടെത്തി അല്ലെ? കാൻഡിഡേറ്റ്സിന്റെ ഫിറ്റ്നസ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. അപ്പൊ ഓർഗനൈസേഷൻ എടുത്ത തീരുമാനം കറക്റ്റ് ആണ്. ആ കാൻഡിഡേറ്റ്സ് അത് എന്താ പറയാ യോജിച്ച ആളെയല്ല കണ്ടെത്തിയത് അല്ലെ? യഥാർത്ഥത്തിൽ യോജിച്ച ആളെയല്ല കണ്ടെത്തിയത്. അപ്പോഴും ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സക്സസ് തന്നെയാണ്. ഓക്കെ, ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സക്സസ് തന്നെയാണ്. ഇനി നിങ്ങള് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് ആ നമ്മുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് ലൈന് അണ്ടർലൈൻ ചെയ്യണം. അവിടെ ടു ഡിസിഷൻ, കറക്റ്റ് ഡിസിഷനും സെലക്ഷൻ ഇററുകളും നമ്മൾ പറഞ്ഞു, അത് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ ആ 4 സെന്റൻസും അടുപ്പിച്ച കിടക്കുന്നത് കണ്ടാ? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്. ആ 4 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, ഇനി നമ്മൾ നോട്ട് ചെയ്തത് ഒന്നുകൂടി പെട്ടെന്ന് നോക്കിയേ. ട്രൂ പോസിറ്റീവ് എന്ന് എഴുതിയാൽ എന്താ നമ്മൾ എഴുതി വെച്ചത്? ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള, ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാട്ടോ, നിങ്ങൾക്കൊന്ന് എളുപ്പത്തിന് വേണ്ടിയാണ് എന്താ എഴുതിയത് നമ്മള്? ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് പ്രോസസ്സിലൂടെ
വിജയകരമായി കണ്ടെത്തുന്നു അല്ലെങ്കിൽ കണ്ടെത്തി. ഓക്കെ അല്ലേ? ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് പ്രോസസ്സിലൂടെ കണ്ടെത്തുന്നു. അതാണ് പ്രൂഫ് പോസിറ്റീവ് എന്ന് പറയുന്നത്. പ്രൂഫ് പോസിറ്റീവ് യഥാർത്ഥവും ശരിയുമാണ്. ഇനി രണ്ടാമത്തത് പ്രൂഫ് നെഗറ്റീവ് ആണ്. എന്താ നമ്മൾ എഴുതിയത്? ആ റോളിന് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ഫ്യൂച്ചറിൽ, ഭാവിയില് ആ റോളിന് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്റ്റ് ചെയ്യുന്നു. അതായത് ഓർഗനൈസേഷൻ സെലക്ഷൻ പ്രോസസ്സിൽ പരാജയപ്പെട്ടു. ഓർഗനൈസേഷൻ സെലക്ഷൻ പ്രോസസ്സിൽ പരാജയപ്പെട്ടു. ഓക്കെ, മനസ്സിലായോ എഴുതിയത്? ആ റോളിന് ഗുഡ് ഫിറ്റ് അല്ലാത്തത് കൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിജക്റ്റ് ചെയ്യുന്നു. അതായത് സെലക്ഷൻ പ്രോസസ്സിൽ ഓർഗനൈസേഷൻ ഫെയിലിയർ, അവിടെ പരാജയപ്പെട്ടു. ഇനി അടുത്തതാണ് ഫോൾസ്. അതായത് ഇപ്പോൾ ആ കാൻഡിഡേറ്റ്സ് ഓക്കെയാണ്, ഫ്യൂച്ചറിൽ അവൻ കറക്റ്റ് അല്ല, ഫ്യൂച്ചറിലേക്ക് കറക്റ്റ് അല്ല. ദെൻ അടുത്തതാണ് ഫോൾസ് നെഗറ്റീവ് ഇറർ. എന്താ ഫോൾസ് നെഗറ്റീവിൽ എന്താ നമ്മൾ എഴുതി വെച്ചത്? നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല എന്ന് വിചാരിച്ച് റിജക്റ്റ് ചെയ്യുന്നു. കാൻഡിഡേറ്റ്സ് സക്സസ് തന്നെയാണ് കേട്ടോ. അതായത് നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ യോഗ്യരല്ല എന്ന് വിചാരിച്ച് റിജക്റ്റ് ചെയ്യുന്നു. ലാസ്റ്റത്തെ ഫോൾസ് പോസിറ്റീവിൽ എന്താ എഴുതിയത്? സെലക്ഷൻ പ്രോസസ്സില് കാൻഡിഡേറ്റ്സിന്റെ ഫിറ്റ്നസ് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു. അതായത് എന്താ പറഞ്ഞത്? യഥാർത്ഥത്തിൽ യോജിച്ച ആളെയല്ല അവിടെ കണ്ടെത്തിയത്, അല്ലെ? നിയമിക്കപ്പെട്ട കാൻഡിഡേറ്റ്സ് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ആ 4 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. 4 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. ഫസ്റ്റ് സെന്റൻസിൽ നമ്മള് കറക്റ്റ് സെലക്ഷൻ ഡിസിഷൻ ഏതാണ്, അതിനകത്ത് സെലക്ഷൻ ഇററുകൾ ഏതാണ്, അതും അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ ആണോ? പിന്നെ നമ്മൾ ഫോൾസ് പോസിറ്റീവിൽ എഴുതി വെച്ച ഒരു സെന്റൻസ് ഉണ്ടല്ലോ, എഴുതി വെച്ചത് വെച്ചൊരു സിമ്പിൾ ആയിട്ട് എഴുതിയതാണ്. ഫോൾസ് പോസിറ്റീവിൽ എന്താ എഴുതിയത്? എ കാൻഡിഡേറ്റ് ഹു വാസ് ഹയർഡ് fails to perform as expected. Who was hired fails to perform as expected. Then false negative lenda applicants who would have performed well is rejected. മികച്ച പ്രകടനം കാഴ്ചവെക്കാവുന്ന ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കിയേ. It is a false positive error that causes organization to sustain cost. False positive error എന്താണ്? ഓർഗനൈസേഷൻ എപ്പോഴും ആ കോസ്റ്റ് നിലനിർത്താനായിട്ട്, ഓർഗനൈസേഷന് ചിലവുകൾ നിലനിർത്താൻ കാരണമാകുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നമ്മൾ ഫോൾസ് പോസിറ്റീവ് ഇറർ. ഫോൾസ് പോസിറ്റീവ് ഇറർ causes the organization to sustain cost. കോസ്റ്റ് നിലനിർത്താൻ ഓർഗനൈസേഷന് കാരണമായിട്ടുള്ളതാണ് ഫോൾസ് പോസിറ്റീവ് ഇറർ. ദിസ് കോസ്റ്റ്, ഈ കോസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞ ഏതൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നത്? ഹയറിംഗ് കോസ്റ്റ്, ട്രെയിനിങ് കോസ്റ്റ്, ട്രാൻസ്ഫർ കോസ്റ്റ്, ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് വെച്ചാൽ എന്താ? പിരിച്ചുവിടുക, അല്ലെ? ടെർമിനേഷൻ കോസ്റ്റ്, റീപ്ലേസ്മെന്റ് കോസ്റ്റ്, റീപ്ലേസ് ചെയ്യുക, മാറ്റി സ്ഥാപിക്കുക, റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഇങ്ങനെയുള്ള ചെലവുകള് ഓർഗനൈസേഷന് വരാം. ഓക്കെ, ഫോൾസ് പോസിറ്റീവ്. ഫോൾസ് കണ്ടെത്തി, പക്ഷെ എന്താ? യോജിച്ച ആളെയല്ല കണ്ടെത്തിയത്. അതാണ് ഓർഗനൈസേഷൻ കണ്ടെത്തി, പക്ഷെ യോജിച്ച ആളല്ല. അപ്പൊ അത് കോസ്റ്റ് നിലനിർത്താനായിട്ട്, ഓർഗനൈസേഷന് കോസ്റ്റ് സസ്റ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ ഫോൾസ് പോസിറ്റീവ് ഇറർ കാരണമാകുന്നു. ആ കോസ്റ്റിന് വരുന്ന ഏതാണ്? ഹയറിംഗ് കോസ്റ്റ്,
ട്രെയിനിങ് കോസ്റ്റ്, ട്രാൻസ്ഫർ കോസ്റ്റ്, ടെർമിനേഷൻ കോസ്റ്റ്, റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ക്ലിയർ ആയോ? Both the candidates and organization should make, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ, ആ കോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്തു. Both the candidates and the organization should make joint decision throughout the selection process. ഇനി കാൻഡിഡേറ്റ്സിനും ഓർഗനൈസേഷനും സംയുക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇതിന് സെലക്ഷൻ പ്രോസസ്സിൽ. രണ്ടുപേർക്കും എന്താണ് അവിടെ ഡിസിഷൻ എടുക്കാം. To make joint decision. The job of the candidates is to determine whether or not the job is appropriate according to his or her needs, interest, skills and goal. ഇനി ജോലി അന്വേഷിക്കുന്ന ആ കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവർക്ക് നിർണ്ണയിക്കാം എന്താ നമ്മുടെ കഴിവുകള്, ഇഷ്ടങ്ങള്, ഗോള്, ലക്ഷ്യങ്ങള്, ഇതൊക്കെ അനുസരിച്ച് ആ ജോലി ആപ്റ്റാണോ, എനിക്ക് ആപ്റ്റാണോ, അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളത് കാൻഡിഡേറ്റ്സിനെ ഡിറ്റർമിൻ ചെയ്യാം, നിർണ്ണയിക്കാം. However, organization make the decision. ഇനി ഓർഗനൈസേഷൻ തീരുമാനം എടുക്കാൻ എന്താ, candidates has necessary talent, skill and experience required for the position. ആ ഒരു പൊസിഷനിൽ ആവശ്യമായിട്ട് കാൻഡിഡേറ്റ്സിന് ആവശ്യമായിട്ടുള്ള ടാലന്റ് ഉണ്ടോ, സ്കിൽ ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, ഇതൊക്കെ ഏതാണ് ഓർഗനൈസേഷൻ, അതൊക്കെ അനുസരിച്ചിട്ട് ഓർഗനൈസേഷനും ഡിസിഷൻ എടുക്കാം ആ കാൻഡിഡേറ്റ്സിന് വേണോന്ന്. അതാണ് രണ്ടുപേരും ആ സെലക്ഷൻ ഡിസിഷനിൽ ജോയിന്റ് ഡിസിഷൻ എടുക്കാം. മനസ്സിലായോ? ഓർഗനൈസേഷന് തീരുമാനിക്കാം ആ ജോബ് പോസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിനുള്ള കഴിവുകൾ ആ കാൻഡിഡേറ്റ്സിന് ഉണ്ടോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാം, അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാം. കാൻഡിഡേറ്റ്സിനും അതെ തല്ലി ഏൽപ്പിക്കുന്ന കാര്യമൊന്നുമല്ല അല്ലെ, നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ളതാണോ, നമ്മുടെ സ്കില്ലിന് ഇതാണോ, നമ്മുടെ ഗോൾ അതാണോ, അതിന് അനുയോജ്യമായിട്ടുള്ള ജോബാണോ ഇത് എന്നുള്ളത് കാൻഡിഡേറ്റ്സിന് വേണമെങ്കിൽ എന്താ തീരുമാനിക്കാം, ഡിറ്റർമിൻ ചെയ്യാം. ആ ജോലി വെദർ ഓർ നോട്ട് ദ ജോബ്, ആ ജോലി വേണയോ വേണ്ടയോ എന്നുള്ളത് കാൻഡിഡേറ്റ്സിനും തീരുമാനമെടുക്കാം. However, if there is a scarcity of qualified candidates in the market, the company must make a prompt selection decision. ഇനി സ്കേർസിറ്റി, ദൗർലഭ്യം വരുവാണ്, അതായത് ആ പോസ്റ്റിലേക്ക് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അത് അവര് മാർക്കറ്റിൽ കുറവാണെങ്കിൽ, അവരുടെ നമ്പർ മാർക്കറ്റിൽ കുറവാണെങ്കിൽ, സ്കേർസിറ്റി ആണെങ്കിൽ ഓർഗനൈസേഷൻ എന്തെടുക്കും, ദ കമ്പനി മേക്ക് എ പ്രോംപ്റ്റ് സെലക്ഷൻ ഡിസിഷൻ, പെട്ടെന്നുള്ള സെലക്ഷൻ ഡിസിഷൻ എടുക്കും. അപ്പൊ വന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആളെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ആ സെലക്ഷൻ ഡിസിഷൻ എടുക്കും. വേറെ ആളുകളില്ല അല്ലെ, മാർക്കറ്റില് കാൻഡിഡേറ്റ്സ്, ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് സ്കേർസിറ്റി ആണെങ്കിൽ കമ്പനി മസ്റ്റ് മേക്ക് എ പ്രോംപ്റ്റ് സെലക്ഷൻ ഡിസിഷൻ, എന്നാണ് പെട്ടെന്നുള്ള സെലക്ഷൻ തീരുമാനം എടുക്കും. ഓക്കെ, ഇനി അടുത്തത് പ്രോസസ് ആണ്, പ്രോസസ് ഓഫ് സെലക്ഷൻ. Okay, selection method determine whether or not the qualification of the job applicants are in accordance with the job requirements. അതല്ലേ ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മെത്തേഡ്, ഇതൊരു മെത്തേഡാണ്. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെലക്ഷൻ മെത്തേഡ്, അതൊരു മെത്തേഡാണ്. സെലക്ഷൻ മെത്തേഡ് ഡിറ്റർമിൻ, നിർണ്ണയിക്കുന്നു എന്ത്, ആ ജോലിക്ക് ആവശ്യമുള്ള ആ ക്വാളിഫിക്കേഷൻ ആ ജോബ് ആപ്ലിക്കൻസിന് ഉണ്ടോ അല്ലെ, whether or not the qualification ഉണ്ടോ ഇല്ലയോ എന്ന് of the job applicants are in accordance with the job requirement. എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അല്ല, ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആ കാൻഡിഡേറ്റ്സിന്, ജോബ് ആപ്ലിക്കൻസിന് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ സെലക്ഷൻ മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. The selection method assess the performance of the job applicant. എന്താണ് നോക്കുന്നത് സെലക്ഷൻ മെത്തേഡിൽ? എന്താ അസസ് ചെയ്യുന്ന, വിലയിരുത്തുന്ന? പെർഫോമൻസ്, ജോബ് ആപ്ലിക്കൻസിന്റെ പെർഫോമൻസ്, പ്രകടനമാണ് എന്ത് ചെയ്യുന്ന അസസ് ചെയ്യുന്നത്. ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. Selection method determine whether or not the qualification of the job applicants are in accordance with the job requirement. ജോബിന്റെ ആവശ്യകതകൾക്ക് അനുസൃതമായിട്ട് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നു. പിന്നെ അസസ് ചെയ്യുന്നു പെർഫോമൻസ്, കാൻഡിഡേറ്റ്സിന്റെ, ജോബ് ആപ്ലിക്കൻസിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്നു. സെലക്ഷൻ മെത്തേഡ്സ്
which when used in proper sequence constitute a selection process. ഇനി സെലക്ഷൻ മെത്തേഡുകൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സീക്വൻസ്, ഒരു പ്രോപ്പർ സീക്വൻസിലൂടെ ചെയ്യുമ്പോൾ അത് പ്രോപ്പർ സീക്വൻസിലാകുമ്പോഴാണ് അതാണ് ഇത് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാന്ന് നോക്കിയാ സെലക്ഷൻ മെത്തേഡുകൾ, ആ ഓർഡർ നോക്കിയേ, ആപ്ലിക്കേഷൻ ബ്ലാങ്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം, അടുത്തത് സെലക്ഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂസ്, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക്. മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ് ചെക്ക്, അത് നമുക്ക് താഴെ ആ സ്റ്റെപ്പുകൾ പഠിക്കാനുണ്ടോ, താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ. സെലക്ഷൻ മെത്തേഡ് അതൊരു കറക്റ്റ് ഇതില് പ്രോപ്പർ സീക്വൻസിലാകുമ്പോഴാണ് ഒരു സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. The selection process consists of various barriers or stages. ഇനി സെലക്ഷൻ പ്രോസസ്സിന് പല ബാരിയർ, തടസ്സങ്ങള്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഘട്ടങ്ങള് അല്ലെങ്കിൽ പല സ്റ്റേജുകളുണ്ട്. Selection aim at generating full information regarding the candidates in order to determine whether they are appropriate for the job or not. എന്താ സെലക്ഷന്റെ എയിം എന്ന് പറയുന്നത്? അണ്ടർലൈൻ ചെയ്തേ. സെലക്ഷന്റെ എയിം എന്താ? സെലക്ഷൻ എയിംസ് അറ്റ് ജനറേറ്റിംഗ്, സൃഷ്ടിക്കുന്നു, ഫുൾ ഇൻഫർമേഷൻ, മൊത്തത്തിലുള്ള ഇൻഫർമേഷൻ സൃഷ്ടിക്കുന്നു. ഏത്? റിഗാർഡിംഗ് ദി കാൻഡിഡേറ്റ്സ്, കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ട്. ഇൻ ഓർഡർ ടു എന്തിനു വേണ്ടി? ആ ജോബ് ആപ്ലിക്കൻസിന് അവർ അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ, ആപ്റ്റ് ആണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാൻ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഇൻഫർമേഷൻ സൃഷ്ടിക്കുന്ന, ജനറേറ്റ് ചെയ്യുന്ന, ശേഖരിക്കുന്ന ആ ഒരു പ്രോസസ്, അതാണ് സെലക്ഷന്റെ എയിം എന്ന് പറയുന്നത്. ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാൻ ആ ആപ്ലിക്കൻസിൽ നിന്നും ഇൻഫർമേഷൻ, മാക്സിമം ഇൻഫർമേഷൻ, അത് ഫുൾ ഇൻഫർമേഷൻ അത് എന്താണ് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് അതാണ് സെലക്ഷന്റെ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടാ. Then the selection process differs between organization and across different jobs. ഇത് സെലക്ഷൻ പ്രോസസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സെലക്ഷൻ പ്രോസസ് വ്യത്യാസപ്പെടുന്നു ഓർഗനൈസേഷന്, പല ജോലികൾക്ക്. ഈ ഒരു സ്ഥാപനത്തിന്റെ സെലക്ഷൻ പ്രോസസ് ആയിരിക്കണമെന്നില്ല വേറെ സ്ഥലത്ത്, അതിന് വ്യത്യാസം വരാം. പിന്നെ അതുപോലെ ജോലിയുടെ അനുസരിച്ചും ആ സെലക്ഷൻ പ്രോസസ്സിൽ വ്യത്യാസം വരാം. ഏത് തരത്തിലുള്ള ജോലിയാണ് അതിനനുസരിച്ചുള്ള സെലക്ഷൻ പ്രൊസീജിയർ ആയിരിക്കും അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം? എന്തിനനുസരിച്ച്? ഓർഗനൈസേഷൻ അനുസരിച്ച്, പല ജോലികൾക്ക് അനുസരിച്ച് സെലക്ഷൻ പ്രോസസ് വ്യത്യാസപ്പെടാം. അണ്ടർലൈൻ ചെയ്തേ. സെലക്ഷൻ പ്രോസസ് ഡിഫേഴ്സ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ആൻഡ് അക്രോസ് ഡിഫറെന്റ് ജോബ്സ്. Therefore, an ideal selection process of selection include the following steps. ഇത് പഠിക്കണം. 6 സ്റ്റെപ്പുകളാണ് സെലക്ഷൻ പ്രൊസീജിയറിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? സെലക്ഷൻ പ്രോസസ്സിലെ സ്റ്റെപ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെ എക്സാമിന് ചോദിക്കാം. ഒരു സെലക്ഷൻ പ്രൊസീജിയറിന് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നാ പറഞ്ഞത് നമ്മള്? എത്ര സ്റ്റെപ്പ് ഉണ്ട് ഒരു സെലക്ഷൻ പ്രൊസീജിയറിന്? സ്റ്റെപ്പ് ഉണ്ട്? 6 സ്റ്റെപ്പ് അല്ലെ? 6 സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് 1. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഓർ ആപ്ലിക്കേഷൻ ഫോം. ക്ലിയർ ആയോ? ഒന്നാമത്തെ എന്താണ്? സ്ക്രീനിങ് ആണ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം, അതാണ് ഒന്നാമത്. രണ്ടാമത്തെയാണ് സെലക്ഷൻ ടെസ്റ്റുകൾ. അതിനുശേഷം സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തും. Then അടുത്തത് അതിനുശേഷം ടെസ്റ്റ് കഴിഞ്ഞിട്ട് സെലക്ഷൻ ഇന്റർവ്യൂ, ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ആണ്. Then അടുത്തതാണ് മെഡിക്കൽ എക്സാമിനേഷൻ. പിന്നെ അവർക്ക് മെഡിക്കൽ പരിശോധനകൾ, മെഡിക്കൽ എക്സാമിനേഷൻ. പിന്നെയാണ് റെഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. നമ്മൾ പഠിച്ചതാ റെഫറൻസ് ചെക്ക്, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മുന്നേ പഠിച്ച എംപ്ലോയറിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂൾ, കോളേജ് അങ്ങനെയുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, റെഫറൻസ് ചെക്ക് അതൊക്കെ ചെയ്യുന്നു. Then അടുത്തത് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റത്തെ ഫൈനൽ സ്റ്റെപ്പാണ് സെലക്ഷൻ പ്രൊസീജിയറിലെ 6ാമത്തെ സ്റ്റെപ്പ് ഹയറിംഗ് ഡിസിഷൻ, നിയമന തീരുമാനം. 6 സ്റ്റെപ്പുകള്. ഇനി ഓരോന്നും ക്ലിയർ നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഓർ ആപ്ലിക്കേഷൻ ഫോം. ഈ സ്റ്റെപ്പുകൾ ഇമ്പോർട്ടന്റ് ആട്ടോ, അവിടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ.
ഫസ്റ്റ് സ്റ്റെപ്പ് ഏത്, ഫൈനൽ സ്റ്റെപ്പ് ഏത്, സ്റ്റെപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്. Screening of applicants. Screening of applicants or application form. Screening of applicants include filling up the application form by the candidates. Underline ചെയ്തേ, നിങ്ങൾ ചെയ്യാറില്ലേ എന്തെങ്കിലും ജോലി കാര്യങ്ങള് ഒരു ഒഴിവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മള്, അല്ലെ? അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതാണ് ഒന്നാമത്തെ സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത്. സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ് ഇൻക്ലൂഡ് എന്താ ഉൾപ്പെടുന്നത്? ഫില്ലിംഗ് അപ്പ് ദ ആപ്ലിക്കേഷൻ ഫോം ബൈ കാൻഡിഡേറ്റ്സ്. ആരെങ്കിലും അല്ല, ആരാ ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ? കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതാണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസിൽ ഉൾപ്പെടുന്നത്. This application form contain information about the applicants such as a personal biodata, അവരുടെ അച്ചീവ്മെന്റ്, നേട്ടങ്ങള്, എക്സ്പീരിയൻസ്, അനുഭവങ്ങള്, ഇതെല്ലാം ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കും. അണ്ടർലൈൻ ചെയ്ത രണ്ടാമത്തെ സെന്റൻസും This application form contain information about the applicants. എന്താ ഉള്ളത്? ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. Such as ഏതൊക്കെയാ? പേഴ്സണൽ ബയോഡേറ്റ ഉണ്ടാവും, അവരുടെ അച്ചീവ്മെന്റ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ ഇതൊക്കെ ഉൾപ്പെടുന്ന ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ആപ്ലിക്കേഷൻ ഫോമില് ഉള്ളത്. This type of information is used in order to get the right candidates. എന്തിനാ ഇനി ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന എന്തിനാ? നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ വായിച്ച് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ശരിയായ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാൻ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ടു ഗെറ്റ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ്. Then who eligible for the vacant position. ഇത് എങ്ങനെ? ആ യോഗ്യനായ, യോഗ്യനായ ആ വേക്കന്റ് പൊസിഷൻ, ഏതാണോ പൊസിഷൻ, ഏതാണോ വേക്കന്റ് ആയിട്ടുള്ള പൊസിഷൻ, ആ പൊസിഷന് യോഗ്യനായിട്ടുള്ള, യോഗ്യതയുള്ള ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സ്, ഏറ്റവും ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ആരെങ്കിലും ഉണ്ടോ എന്ന് എത്തിയാ പോരാ, അല്ലെ? ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ ഫോമിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോമിലുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിക്കാം. It can also be used for maintaining a permanent record of the candidates who are selected. ഈ ഓർഗനൈസേഷൻ ഈ ഒരു റെക്കോർഡ്, സ്ഥിരമായിട്ടൊരു പെർമനന്റ് റെക്കോർഡ് കാൻഡിഡേറ്റ്സിനെ കുറിക്കുന്നത് റെക്കോർഡ് ഓർഗനൈസേഷൻ സൂക്ഷിക്കുന്നുണ്ട്. ആ റെക്കോർഡ് ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ഇൻഫർമേഷൻസ് അത് ആ ഒരു പെർമനന്റ് റെക്കോർഡ് ആ സാധനത്തിൽ ഉണ്ടാവും, അത് അവർ സൂക്ഷിക്കുന്നുണ്ട്. ആഫ്റ്റർ സ്ക്രീനിങ് ഓൾ ദ ആപ്ലിക്കൻസ്, ഇനി എല്ലാ ആപ്ലിക്കൻസിന്റെയും സ്ക്രീനിങ് ചെയ്തതിനു ശേഷം only those candidates are permitted to the continuation of the selection process. അപ്പൊ നമ്മൾ കുറേ ആപ്ലിക്കൻസ് അല്ലെ സ്ക്രീനിങ് നടത്തി. After screening of the applicants, എല്ലാ ആപ്ലിക്കൻസിന്റെ സ്ക്രീനിങ്ങിന് ശേഷം അവരെന്താ എല്ലാവരെയും അടുത്ത സ്റ്റെപ്പിലേക്ക് വിടുന്നില്ല. അതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവരെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. പെർമിറ്റഡ് അനുവദിക്കുക. only those candidates are permitted. അത് അടുത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ആളുകളെ മാത്രമാണ് കണ്ടിന്യൂഷൻ ഓഫ് ദ സെലക്ഷൻ പ്രോസസ്. ആ സെലക്ഷൻ പ്രോസസ്സിൽ കണ്ടിന്യൂഷൻ തുടരാൻ അനുവദിക്കുന്നുള്ളൂ. ബാക്കി അതിനെ യോഗ്യരല്ലാത്ത, എലിജിബിൾ അല്ലാത്തവരെ റിജക്ട് ചെയ്യും. അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവരെ മാത്രമേ ആ സെലക്ഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുള്ളൂ. വെറുതെ അടുത്ത സ്റ്റെപ്സിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഓർഗനൈസേഷൻ maintain a permanent record of the candidates who are selected. Okay, first sentence underline ചെയ്തിട്ടാ. After screening all the applicants, എല്ലാവരും സ്ക്രീനിങ് ചെയ്തതിന് ശേഷം only നമ്മൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളവരെ മാത്രമേ ആ സെലക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കുള്ളൂ.
then who are meeting the job requirements and the standards set by the organization. Organization നിശ്ചയിച്ചിട്ടുള്ള ആ മാനദണ്ഡങ്ങള്, ആ ജോബിന്റെ ആവശ്യകതകള് ഇതൊക്കെ പാലിക്കുന്ന, ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന ആ കാൻഡിഡേറ്റ്സിനെ മാത്രമേ ആ സെലക്ഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ. If the candidates match the job requirements are more than the vacant position. ശ്രദ്ധിച്ചേ, ഇനി വേക്കന്റ് പൊസിഷനേക്കാളും കാൻഡിഡേറ്റ്സ് ആ ജോബ് റിക്വയർമെന്റ്സിന് കാൻഡിഡേറ്റ്സ് മാച്ച് ആണെങ്കിൽ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? goes only for a few chosen candidates for the further selection process. കണ്ടോ, ഇപ്പൊ വേക്കന്റ് പൊസിഷൻ ആകെ 10 പൊസിഷൻ ഉള്ളൂ, പക്ഷെ അതിനകത്ത് നമ്മൾ ഇഷ്ടം പോലെ മാച്ച് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്, ജോലിക്ക് മാച്ച് ആയിട്ടുള്ള ജോബ് റിക്വയർമെന്റ്സിന് ആവശ്യമായിട്ടുള്ള അതിന്റെ സ്കില്ലുള്ള എബിലിറ്റി ഉള്ള അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഓർഗനൈസേഷൻ എന്താ ചെയ്യുള്ളൂ? choose only few candidates. കണ്ടോ, ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? only for a few chosen candidates for the selection process. ആ സെലക്ഷൻ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് അതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവർ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ഇനി ഒന്നാമത്തെ സ്റ്റെപ്പാണ് അത് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത്. കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇത് സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ്. Every organization has its own rules for the selection process. എല്ലാ ഓർഗനൈസേഷനും എല്ലാ സ്ഥാപനത്തിനും അവരുടേതായ റൂൾസ് ഉണ്ട് സെലക്ഷൻ പ്രോസസ്സിന്. നമ്മൾ പറഞ്ഞില്ലേ, ഓർഗനൈസേഷന്റെ അനുസരിച്ച് വ്യത്യാസപ്പെടാം, ആ സെലക്ഷൻ പ്രൊസീജിയർ വ്യത്യാസപ്പെടാന്ന് പറഞ്ഞു. ഓരോ ഓർഗനൈസേഷനും അവരുടേതായ its own rules, അവരുടേതായ സ്വന്തം റൂൾസ് ഉണ്ട് for the selection process to gather the necessary information about the candidates or to reject the candidates who are not qualified for the interview. കണ്ടോ, എന്ത് ചെയ്യുന്നു? ഒന്നില്ലെങ്കിൽ ഗ്യാദർ ചെയ്യുന്നു, ആ എന്താ കറക്റ്റ് ആയിട്ടുള്ളവരെ അവര് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർ ടു റിജക്ട് ദ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നു, നിരസിക്കുന്നു. who are not qualified for the interview. അല്ലെ, അവര് ആ ഇന്റർവ്യൂവിന് ക്വാളിഫൈഡ് അല്ല, അതായത് എന്താ പറയാ, അങ്ങനെയുള്ളവരെ കാൻഡിഡേറ്റ്സ് ആ ഓർഗനൈസേഷൻ ആ കാൻഡിഡേറ്റ്സിന് റിജക്ട് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതിന് മാത്രമേ നിലനിർത്തുന്നുള്ളൂ. Generally, selection tests support the information provided by the applicants in the application form. Selection process, selection test support the information provided by the applicants in the application form. Applicants ഒരു application ഫോമില് നൽകിയിട്ടുള്ള വിവരങ്ങള് അത് സെലക്ഷൻ ടെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ആപ്ലിക്കേഷൻ ഫോം അല്ലേ, അതിനകത്തുള്ള വിവരങ്ങൾ ആ സെലക്ഷൻ ടെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, സെലക്ഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ വായിച്ചു നോക്കി അതിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ളവരെ മാത്രമേ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്തവരെ റിജക്ട് ചെയ്യുക ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. സെലക്ഷൻ ടെസ്റ്റ് സപ്പോർട്ട് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദ ആപ്ലിക്കൻസ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം. A selection test could be supply beneficial information in the terms of their aptitude, then hobbies, personality, etc., which cannot be obtained through an application form. ഇനി ഇത് ഈ ആപ്ലിക്കേഷൻ ഫോം അത് കൂടാതെ ഈ സെലക്ഷൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയാ? എന്താണ് ഈ സെലക്ഷൻ ടെസ്റ്റില് സപ്ലൈ ബെനിഫിഷ്യൽ ഇൻഫർമേഷൻ ഇൻ ദ ടേംസ് ഓഫ് ദർ ആപ്റ്റിറ്റ്യൂഡ്. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? അഭിരുചി, അവരുടെ ഹോബീസ്, പേഴ്സണാലിറ്റി, ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങള് ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് കിട്ടൂല. ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് വളരെ ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലേ, ഫോർമൽ ആയിട്ടുള്ളതാണ്. അതിനകത്തൊക്കെ നമ്മളെ ഇടയിൽ ചോദിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ആ ടെസ്റ്റിലാകുമ്പോൾ സെലക്ഷൻ ടെസ്റ്റിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്താം. നമ്മുടെ അഭിരുചി, ഹോബി, പേഴ്സണാലിറ്റി, ഇതെല്ലാം വ്യക്തിത്വം, ഇതെല്ലാം നമുക്ക് അവിടെ വെളിപ്പെടുത്താൻ പറ്റും. അതായത് ഒരു ആപ്ലിക്കേഷൻ ഫോമിലൂടെ ലഭിക്കുന്ന ഇൻഫർമേഷൻസ് അതിനേക്കാളും ഉള്ള കാര്യങ്ങൾ നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റില് നമുക്ക് കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ പറ്റും. സപ്ലൈ ബെനിഫിഷ്യൽ ഇൻഫർമേഷൻ കണ്ടോ, ആ ഒരു സ്ഥാപനത്തിന് ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വളരെ പ്രയോജനപ്രദമായിട്ടുള്ള വിവരങ്ങള് ഏതിന്റെ ഇൻ ദ ടേംസ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, ഹോബി, പേഴ്സണാലിറ്റി എക്സെട്ര, ഇതൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും സെലക്ഷൻ ടെസ്റ്റില്. അത് എവിടെ നിന്ന് കിട്ടുന്നില്ല ഈ കാര്യങ്ങള്?
ആപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് ലഭിക്കാത്ത, which cannot be obtained through an application form. ഒരു ആപ്ലിക്കേഷൻ ഫോമിലൂടെ ലഭിക്കാത്ത ആ സ്ഥാപനത്തിന് വളരെ ബെനിഫിഷ്യൽ ആവുന്ന, പ്രയോജനപ്രദമാകുന്ന വളരെയധികം വിവരങ്ങള് നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റിൽ കിട്ടുന്നു. ക്ലിയർ ആയോ അത് സെലക്ഷൻ ടെസ്റ്റുകള്? ാണോ? ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. അതായത് അല്ലാതെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനോ അവരുടേതായ റൂൾസ് ഉണ്ട്. എന്താണ് കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന എന്ത് വേണമെങ്കിലും ചോദിക്കാന്നല്ല, നമ്മള് അത് പഠിക്കുന്നുണ്ട് അവിടെ. അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സില് നമുക്ക് ഓർഗനൈസേഷനോ അവരുടേതായ റൂൾസ് ഉണ്ട്. എന്താണ് കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ശേഖരിക്കാനും അതുപോലെ റിജക്ട് ചെയ്യാനും, ക്വാളിഫൈഡ് അല്ലാത്ത ആപ്ലിക്കൻസിനെ ആ ഇന്റർവ്യൂവിന് ക്വാളിഫൈഡ്, അടുത്ത സ്റ്റെപ്പിന് ക്വാളിഫൈഡ് അല്ലാത്ത, ക്വാളിഫൈഡ് ഫോർ ദ ഇന്റർവ്യൂവിന് ക്വാളിഫൈഡ് അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാനും എന്താണ് ഓർഗനൈസേഷൻ തോന്നിയ രീതി ചെയ്യാൻ പാടില്ല. അവർക്ക് അവരുടേതായ റൂളുണ്ട്. ഈ സെലക്ഷൻ ടെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫോമിലൂടെ ഒരു ആപ്ലിക്കൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ഈ സെലക്ഷൻ ടെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെലക്ഷൻ ടെസ്റ്റ് അതുപോലെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോമിലൂടെ ലഭിക്കാത്ത പല വിവരങ്ങളും നമുക്ക് സെലക്ഷൻ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വളരെ വിലപ്പെട്ട വിവരങ്ങള് ഓർഗനൈസേഷന് ലഭിക്കാനും ഈ സെലക്ഷൻ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് സെലക്ഷൻ ഇന്റർവ്യൂ. സെലക്ഷൻ ഇന്റർവ്യൂസ്. സെലക്ഷൻ ടെസ്റ്റ് ആർ ഫോളോഡ് ബൈ ദ പേഴ്സണൽ ഇന്റർവ്യൂ. ഇനി സെലക്ഷൻ ടെസ്റ്റ് നടത്തി. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുത്തു, രണ്ടാമത്തെ സെലക്ഷൻ ടെസ്റ്റ് നടത്തി, അതിൽ ഓക്കെ ആയിട്ടുള്ള ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക. ഏതാണ്? സെലക്ഷൻ ഇന്റർവ്യൂസ്. സെലക്ഷൻ ടെസ്റ്റ് ആർ ഫോളോഡ് ബൈ ദ പേഴ്സണൽ ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തേ. ഈ സെലക്ഷൻ ടെസ്റ്റിന് ശേഷം അടുത്തത് എന്താ? ഇന്റർവ്യൂ ആണ്, പേഴ്സണൽ ഇന്റർവ്യൂ വിത്ത് ദ കാൻഡിഡേറ്റ്സുമായിട്ടുള്ള പേഴ്സണൽ ഇന്റർവ്യൂ ആണ് അടുത്തത്, പേഴ്സണൽ ഇന്റർവ്യൂ. Then the primary goal of the personal interview is to thoroughly assess the candidates for the job. എന്താ ഈ ഇങ്ങനെ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുന്നത്? എന്തിനാ? നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഒന്നുകൂടി വിശകലനം ചെയ്യാൻ, അസസ് ചെയ്യാനായിട്ടാണ് ഈ സെലക്ഷൻ ഇന്റർവ്യൂസ് നടത്തുന്നത്. പ്രൈമറി ഗോൾ ഓഫ് ദ പേഴ്സണൽ ഇന്റർവ്യൂ is to thoroughly assess, വളരെ ഡീപ്പായിട്ട് പേഴ്സണൽ ഇന്റർവ്യൂ അതിന്റെ ഗോൾ എന്താണ്? is to thoroughly assess the candidates for the job. അണ്ടർലൈൻ ചെയ്തോട്ടോ. രണ്ട് സെന്റൻസും നോട്ട് ചെയ്യും. സെലക്ഷൻ ടെസ്റ്റിന് ശേഷം എന്താണ്? പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. ഇനി പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ എയിം എന്താ? പ്രൈമറി ഗോൾ എന്താ? thoroughly assess the candidates. കാൻഡിഡേറ്റ്സിനെ എന്താണ് സമഗ്രമായിട്ട് വിലയിരുത്തുക. ഏതിന്? ഫോർ ദ ജോബ്, ജോലിക്ക് വേണ്ടി കാൻഡിഡേറ്റ്സിനെ ഒന്നുകൂടി വിശകലനം ചെയ്യുക. It also gives a chance to candidates to gain all the information about the organization. ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നേടാനുള്ള ഒരു അവസരമാണ് ഏത്? സെലക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ആ ഇന്റർവ്യൂവിന് ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കാൻഡിഡേറ്റ്സിന് നേടാൻ പറ്റും, ഗെയിൻ ചെയ്യുക. Then sometimes a preliminary interview takes place before conducting the test. ചിലപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിന് മുന്നേ പ്രിലിമിനറി ഇന്റർവ്യൂ നടത്താം, പ്രാഥമിക അഭിമുഖം. അത് നമുക്ക് അവിടെ ഡീറ്റെയിൽ പഠിക്കാണ്ട്, പ്രിലിമിനറി ഇന്റർവ്യൂ പേഴ്സണൽ ഇന്റർവ്യൂ പഠിക്കാണ്ട് കേട്ടോ. നമ്മള് പ്രിലിമിനറി എന്ന് പറഞ്ഞ പ്രാഥമിക അഭിമുഖമാണ്, വലിയ ഡീപ്പായിട്ടുള്ളതൊന്നുമല്ല. നമ്മുടെ ചെറിയ അടിസ്ഥാന യോഗ്യതകളൊക്കെ വിലയിരുത്തുന്ന ഒരു പ്രാഥമിക സ്ക്രീനിങ് ആണ്, പ്രാഥമിക അഭിമുഖമാണ് പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അത് അടുത്ത ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഡിഫറൻസ് നമുക്ക് പഠിക്കാം. എന്നാൽ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴിവ്, ഒരു വ്യക്തിയുടെ കഴിവുകള്, അനുഭവങ്ങള്, സാംസ്കാരിക യോഗ്യതകള് എന്നിവയൊക്കെ കൂടുതൽ ഡീപ്പായിട്ട് കുറച്ചും കൂടി സമഗ്രമായിട്ട് വിലയിരുത്തുന്നതാണ് ഏത്? പേഴ്സണൽ ഇന്റർവ്യൂ. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ പേഴ്സണൽ ഇന്റർവ്യൂ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി ഞാനത് പറയാം കേട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂവും പേഴ്സണൽ ഇന്റർവ്യൂവും. പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് അസസ് ചെയ്യാം. ഓക്കെ,
കുറച്ചും കൂടി ഡീപ്പായിട്ട് സ്റ്റാൻഡേർഡ്സിനെ അസസ് ചെയ്യാൻ. എന്നാൽ പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ പ്രാഥമിക അഭിമുഖമാണ്, ഒരു ബ്രീഫ് ഇന്റർവ്യൂ ആണ്, കുറഞ്ഞ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഇന്റർവ്യൂ ആണ് ഇത് പ്രിലിമിനറി ഇന്റർവ്യൂ, പ്രാഥമിക അഭിമുഖം, ബ്രീഫ് ഇന്റർവ്യൂ. എന്നാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാൻഡിഡേറ്റ്സിനെ അസസ് ചെയ്യുന്നതാണ് പേഴ്സണൽ ഇന്റർവ്യൂ. അപ്പോ ചിലപ്പോ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ നടത്താണ്. എന്തിനാ? പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തി കഴിയുമ്പോൾ ക്യാൻഡിഡേറ്റ്സ് ഒട്ടും യോഗ്യനല്ല, എനിക്ക് +2 ഉള്ളൂ, ആ കോഴ്സിന് ആ ജോലിക്ക് എന്തായാലും ഡിഗ്രി വേണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ആ ഒരു പ്രിലിമിനറി ഇന്റർവ്യൂ തന്നെ ക്യാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ പറ്റൂലേ? അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് അയാൾ പോകേണ്ട ആവശ്യമില്ലല്ലോ, സെലക്ഷൻ ടെസ്റ്റിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇതാണ് പ്രാഥമിക അഭിമുഖം, ബ്രീഫ് ഇന്റർവ്യൂ ആണ്. അപ്പൊ അവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്യാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ എന്താണ്, ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു, പ്രിലിമിനറി ഇന്റർവ്യൂ നടത്തുന്നു. ഓക്കെ, അപ്പൊ 3 സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് നോക്കിയത് കേട്ടോ. സെലക്ഷൻ പ്രൊസീജിയറിന്റെ 3 സ്റ്റെപ്പ്. ഒന്നാമത്തെ എന്താണ്, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു, അതാണ് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കൻസ്. രണ്ടാമത്തെ എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് സെലക്ഷൻ ടെസ്റ്റുകളാണ്, സെലക്ഷൻ ടെസ്റ്റുകൾ. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തിലേക്ക് പോകും നമ്മള്, സെലക്ഷൻ ഇന്റർവ്യൂസ്. ക്ലിയർ ആയോ? ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. ആ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഔട്ട്കം, നമ്മൾ ഒരു സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കം, അത് 4 കാര്യങ്ങളും ആ ടെക്സ്റ്റിലുള്ള സെന്റൻസ് തന്നെ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. സംശയമൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ?